അപ്പൊ ശരിയുടെ കോവല മോനെ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. നീ അറിഞ്ഞോ, മെല്ലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഷാപ്പുകൾ തുറന്നു. ജലജേ, എടി ജലജേ, എന്നും ഇങ്ങനെ കുടിച്ച ജലജേ, ജലജേ, പോയി കിടന്ന് കൂവാതാ. നീ മഹാഭാവിയോട് പൊറുക്കണം. ഓ പുറത്ത് എന്നും ഞാൻ കുടിച്ചെടി. നല്ല കാര്യം. പക്ഷേ കുടിച്ചത് നിന്റെ മരണപ്പെട്ടു പോയ മാധവ ബാബനെ ഓർത്ത് സങ്കടപ്പെട്ടിട്ടാണ്. മാധവാ, തന്റെ മനുഷ്യ വേണ്ടാതിനെ പറഞ്ഞാലാണ് പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കണം എന്റെ മാധവ മാമൻ മരിച്ചെന്നാ. മരിച്ചില്ലേ? അപ്പൊ ഞാൻ ആരോർത്ത് കരഞ്ഞത്? എന്തായാലും മതം മരിക്കുമല്ലോ, അപ്പൊ ഞാൻ കരയണമല്ലോ. അതിന്റെ രഹസ്യത്തിലാണ് ഇപ്പൊ എടുത്ത. ഇങ്ങനെ കുടിച്ചോണ്ട് എന്തൊക്കെ പറയണ? എന്റെ മാധവ പോയേ, പേടിക്കണ്ട, രഹസ്യം. അയ്യോ, അപ്പൊ എന്തരുത്? അലക്കറക്കുന്ന കുപ്പി, അലമയക്കുന്ന കുപ്പി, അലക്കറക്കുന്ന കുപ്പി. എന്തിനമ്മ ഇവിടെ? ഇതെന്നെ ഇവിടെ നോക്ക്. അച്ഛാ, അയ്യോ അലമ ആരാ? ഞാൻ തെക്കേലെ ശാന്തപ്പന്റെ മോൻ. ഒരു വലിയ കുറ്റസമ്മതം നടത്തി അല്ലേടാ? വിശ്വസിച്ചമ്മ. അച്ഛാ, എടി വഞ്ചകി, നീ എന്നെ ചതിക്കായിരുന്നല്ലേടി? സമാധാനമായോടാ നിനക്ക്? അയ്യോ, ഇത്രയും നാളാ രാഘവന്റെ പോരാണല്ലോ പാല് കൊടുത്ത് ഞാൻ. പാലില്ല, പാൽപ്പൊടി, പാൽപ്പൊടി കൊടുത്ത് വളർത്തിയത്. അയ്യോ രാഘവനല്ല അച്ഛാ, ശാന്തപ്പൻ. ഓ, തന്റെ മാറ്റി പറഞ്ഞപ്പോ നിനക്ക് പൊള്ളി അല്ലേടാ? അനാവശ്യം പറഞ്ഞാലാണ്. ഓ, നീ കാണിച്ചത് ആവശ്യം, ഞാൻ പറഞ്ഞ അനാവശ്യല്ലേ? ഇനിയിപ്പൊ നീ ഇവിടെ നിക്കണ്ട, ഉള്ള കെട്ടും പാട്ടിക്കെടുത്ത് ഇറങ്ങണമെന്നറിയ. അങ്ങോട്ട് എങ്ങോട്ട്? എങ്ങോട്ടെന്നാ? നിന്റെ ഒറിജിനൽ തന്റെ അടുത്ത് കൊണ്ടാക്കാൻ പോണില്ല. അവനെ പൈസ വായിക്കോളാം ഞാൻ. അച്ഛൻ ഞാൻ ചുമ്മാ പറഞ്ഞ, ഞാൻ നിങ്ങളെ മോൻ തന്നെ. പ്ലേറ്റ് മാറ്റല്ലേ മോനെ? പ്ലേറ്റ് മാറ്റിയതൊന്നുമല്ല, നിങ്ങൾ അലപ്പുകാരനെ എനിക്ക് അകത്തുനിന്ന് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടല്ല. അങ്ങനെ എന്തെങ്കിലും അറിയാൻ വേണ്ടി ഇറങ്ങി വന്ന് നോക്കിയത്. ഓ, സിവിൽ സർവീസിന് പിന്നെ പ്രിഫർ ചെയ്യണ ആസ്പിറന്റല്ലേ നീ? കഴിഞ്ഞ കണക്ക് പരീക്ഷയ്ക്ക് നിനക്ക് എത്ര മാർക്കായിരുന്നടാ? അത് ഞാനും മറന്നുപോയല്ലേ. കോഴിമുട്ട പൊരിച്ച അമ്മ. കോഴിമുട്ട, കോഴിമുട്ട, കോഴിമുട്ട വായിക്കാൻ നിനക്ക് കോൺസെൻട്രേഷൻ അല്ലേടാ? കിട്ടിയില്ല. ഏറ്റവും വലിയ ക്രിക്കറ്റ് ഇവന്റായ IPL സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയും ലോകം മുഴുവനും IPL-നായി ഒരുങ്ങിയിരിക്കുകയാണ്. കളി മാച്ചിൽ നിങ്ങൾക്ക് വെറും ഒരു കാഴ്ചക്കാരനാകാൻ കഴിയില്ല. ഓരോ ബൗണ്ടറികളിലും ഓരോ സിക്സറിലും ഓരോ വിക്കറ്റിലും നിങ്ങൾക്ക് പ്രവചനങ്ങൾ നടത്താവുന്നതാണ്. വിജയിയെ പ്രഡിക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും വിജയിക്കാനും നിങ്ങൾക്ക് കഴിയും. പെരിമാച്ചിൽ മികച്ച വിജയ സാധ്യതകളും വേഗതയേറിയ പിൻവലിക്കലും ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. എല്ലാ ആഴ്ചയിലും സമ്മാനങ്ങളും ടൂർണമെന്റുകളും ബോണസും തുടങ്ങി IPL ടിക്കറ്റ് വരെ കൊടുക്കുന്നുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോ ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ കളിക്കാൻ നോക്കുക. 250% ബോണസും മറ്റും ഈ സീസണിൽ കൊടുക്കുന്നുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പണം വെച്ചുള്ള കളിയാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ കളിക്കണം. നിങ്ങൾ കേറുന്നുണ്ടാകത്തോട്ടെ. അങ്ങനെ നീ എന്നെ കേറ്റാനൊന്നും നോക്കണ്ടേ, എനിക്ക് അറിയാം. ഓ, എങ്കിൽ കേറി. അവളെന്നെ കേറ്റാൻ നോക്കണ. കള്ള് കുടിച്ചിട്ടാണ് അച്ഛാ വീട്ടിൽ കയറുന്നത്? സോറിയുടെ മോനെ, നാളെ തൊട്ട് വീട്ടിൽ കയറിയതിനു ശേഷം കള്ളുടിക്കാൻ. നീ ഹാപ്പി അല്ലേ? എന്തായാലും കേറ്റി. അയ്യോ ജലസേ,
ചിക്കൻ ഇല്ലേ? ചിക്കനെ മുണുങ്ങോ. മുട്ട വിരിയാൻ വെച്ചിട്ടുണ്ട്. വിരിഞ്ഞു വരേണ്ട താമസം. ഉണ്ടാക്കി തരാമേ. അത് അമ്മ കോമഡി തന്നെ. എന്തിനായിരുന്നു ചിരിക്കണ? ആഹാരം കഴിക്കുമ്പോൾ ചിരിക്കാൻ പാടില്ല. മുതിർന്നവരെ ബഹുമാനിക്കാൻ പാടില്ല. അച്ഛനല്ലേ? വെള്ളം അടിച്ചപ്പോഴേ ടച്ചിങ്സ് ആക്കി കുറെ അകത്താക്കിയില്ലേ. ഇന്ന് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടാ. ഓഹോ, അത് ശരിയാണ്. പറഞ്ഞു തന്നതിന് താങ്ക്സ് ഉണ്ട്. ഇന്ന് ഏത് ബ്രാൻഡ് വെച്ചാ അടിച്ചത്? കഴിഞ്ഞ ആഴ്ച നീ ആരും അറിയാതെ റൂമിൽ നിന്ന് ഒറ്റയ്ക്കടിച്ച ബ്രാൻഡിനെ ഞാൻ വിളിച്ച. ഞാൻ മണ്ടരനെ കരുതിയാടാ. പൊളിഞ്ഞ നോട്ടം. അമ്മേരത്ത് പറഞ്ഞു കൊടുക്കട്ടാ. വേണ്ട പറയണ്ട. പറഞ്ഞു കൂട. വേണ്ട പറയാടാ. അതിന്റെ കൂട്ടത്തിലെ നീ ബാത്റൂമിൽ നിന്ന് ബീഡി കുറ്റി വലിച്ചത് പറഞ്ഞു കൊടുക്ക. പറഞ്ഞോ. കള്ള, ഞാൻ ബാത്റൂമിൽ നോക്കിയപ്പോഴേ മൊത്തം പുക. പുക എവിടെന്നാ വന്നേന്ന് അമ്മ ചോദിച്ചപ്പോ നീ എന്തിനാ പറഞ്ഞ? അത് ബാത്റൂമിലെ നാറ്റം പോവാൻ ചാമ്പ്രാണി തിരി കത്തിച്ചു വെച്ചേന്ന്. എടാ മോനെ, നിന്റെ ബുദ്ധി വിമാനം തന്നെ. അപ്പൊ എങ്ങനെ രണ്ടും കൂടെ ചേർത്ത് അമ്മേരത്ത് പറഞ്ഞു കൊടുക്കട്ടെ? ഓക്കെ, പറഞ്ഞു കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഒരു ത്രില്ലല്ല, പറഞ്ഞു കൊടുക്കാം. ഓടി വാടി, എനിക്കൊരു കാര്യം എന്നോട് ബോധിപ്പിക്കാനുണ്ട്. എന്താ മനുഷ്യ? അത് പിന്നെ നീ ഉണ്ടാക്കിയ മീൻകറി സൂപ്പർ ആയിരുന്നടി. ഞാൻ അതിനൊന്നും സാമ്പാറല്ലേ വെച്ചത്. സാമ്പാറായിരുന്ന? സാമ്പാറാണെങ്കിലും മീൻകറി ടേസ്റ്റ് ആയിരുന്നടി. നീ മീൻ മസാല ചേർത്തായിരുന്ന? കുടിച്ചോണ്ട് വന്നിട്ട് ഓരോ വിവരക്കേട് പറയാൻ ചെയ്യും. അടിക്കരുത്, ഞാൻ നിന്റെ ഭർത്താവാണ്. ആണോ? ഓക്കെ, സെറ്റ്. ഇരുന്ന് ശരിക്കടാ, പറഞ്ഞു കൊടുക്കട്ടാടാ. വേണ്ട. അയ്യോ, പറയാൻ മറന്നു. എന്റെ സാവിത്രിയാക്കിന്റെ മോൻ സുമേഷ് ഇല്ലേ, ഇന്നിപ്പോ ഇങ്ങോട്ട് വരുമോന്ന്. ഈ പാതിരാത്രിയാ? വാ. അല്ലേലേ അവളെ വീട്ടുകാര് പാതിരാ കോഴികളല്ലേടാ. മുട്ടുകാരി കയറ്റി ഞാൻ തരിയേ. അയ്യോ വേണ്ട, ജസ്റ്റ് കിട്ടി. കുഞ്ഞുനാളിൽ കണ്ടതാണ് ഞാൻ, പിന്നെ എപ്പോഴാണ് കാണാൻ പോണ. അശോ, അതുകൊണ്ട് ഇത്രയും നാളെ അവർ രക്ഷപ്പെട്ട്. സന്ദ്രിയ. ഹലോ, എന്താ സന്ദ്രി വിളിച്ച? ചേച്ചി, നിങ്ങളെ ന്യൂസ് കണ്ടായിരുന്ന? ഇല്ല, എന്ത്? നാട്ടിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്താനേ റിപ്പർ ഇറങ്ങിയിട്ടുണ്ടെന്ന്. എന്തായാലും സ്ലിപ്പറാ? ഓ, സ്ലിപ്പർ അല്ലേ ചേച്ചി, റിപ്പർ. മനുഷ്യന്മാരെ തലക്കടിച്ചു കൊല്ലുന്നതാണ് അവന്റെ ഹോബി. എനിക്ക് പേടിയൊന്നുമില്ല സന്ദ്രി. അതെന്ത്? 3 തന്റെയുള്ള ആണുങ്ങളുടെ വീടല്ലേ ഇത്, ഇന്നെന്തിനു പേടിക്കണ? അതെ, നീ സേഫാണോ? ഞാൻ സേഫാണ് ചേച്ചി. ഭർത്താവിനെ പുറത്തിട്ടിട്ട് ഞാൻ വീട് മൊത്തം പൂട്ടി അകത്തിരിക്കുകയാണ്. റിപ്പർ വന്നാൽ എങ്ങനെ കൊന്നിട്ട് അങ്ങ് പോവല്ല. എങ്ങനെയുണ്ട്? കൊള്ളാടി, കൊള്ളാം. പിന്നെ ശരിയടി, സ്ലിപ്പർ വന്നെങ്കിൽ വിളിക്കാമേ. സ്ലിപ്പർ ഇങ്ങോട്ട് വരേല്ലേ, ഇങ്ങോട്ട് വരട്ടെ. അയ്യോ, കറണ്ട് പോയി. എന്റെ കാഴ്ച പോയടി. അയ്യോ, കാഴ്ച പോയതല്ല മനുഷ്യ, കറണ്ട് പോയത്. കറണ്ട്
കറണ്ട് പോയാലെന്ത് കാഴ്ച പോയില്ലേടി? അയ്യോ അമ്മ അമ്മ മെഴുകുതിരി കത്തിച്ചോണ്ട് ഓടി വരും അമ്മ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അതായി ആരുടെ കറണ്ട് പോയ സമയത്ത് തബല കൊട്ടണ? തബല കൊട്ടിയതല്ല അച്ഛാ, ആരോ വാതില് മുട്ടിയത്. മുട്ടി നിക്കണേ കക്കൂസി പോവാൻ പറയടാ. മിക്കവാറും സുമേഷ് ആയിരിക്കും. സുമേഷ് മോനെ, മക്കളെത്തിയ മുഖത്ത് തുണിയൊക്കെ കെട്ടി വെച്ചേക്കാണ് കള്ളൻ. മോനെ എത്ര നാളായി മാമി കണ്ടിട്ട്? കേറി വാ. എന്തൊരു ജാതുവാ. ഹലോ മിസ്റ്റർ സുമേഷ്, എന്നെ ഓർമ്മയുണ്ടോ? കൊച്ചിനെങ്ങനെ ഓർമ്മയാണ് നിങ്ങളെ? ഓർമ്മയില്ലല്ലേ? ഓർമ്മ വരുത്താം. അതെ മോനെ പണ്ട് ജലജമാമി ഒക്കെ തിരുത്തി വെച്ചപ്പം എടുത്തേ വശത്തു നിന്ന് ഒരു മാമൻ ഓർമ്മ ഉണ്ടാ? ആ മാമനാണ് ഈ രഘുമാമൻ. ഇപ്പൊ ഓർമ്മ ഉണ്ടാ? ഇതെന്താ ചോദിക്കണത്? എന്തൊന്നും മിണ്ടാത്ത അന്നാക്കില് പിരിവിട്ടിരിക്കണോ? അയ്യോ, വയറ്റില് മൊത്തം സ്പിരിറ്റാണ്. ഒറ്റ ആന്തലായിരിക്കും. യവന് ഒടുക്കത്തെ ജാട തന്നെ. ചുമ്മാ കൊറേ വർഷമായില്ലേ, അതുകൊണ്ടാണ്. മക്കളെവിടെ ഇരി കേട്ടാ. മാമി പോയി ചോറ് വിളമ്പാം. ചോദിക്കാൻ പറഞ്ഞു, മക്കൾക്ക് എന്തൊരു വേണം കഴിക്കാൻ? തല. ഓ, തലക്കറി. മീനിന്റെ തലക്കറി. പണ്ട് നീ ഇതാണ് കഴിക്കണത്. ഇന്ന് തലക്കറി ഇല്ല കേട്ടാ, ഇന്ന് സാമ്പാറേ ഉള്ളൂ. നാളെ നമുക്ക് സെറ്റാക്കാം. ഓ, യവാപ്പ വാ തുറക്കും. തീറ്റക്കാര്യം പറയുമ്പോ മാത്രം. ചിലത് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവാ. ചെറുക്കനെ തൊണ്ടയില് കിഡ്സ് കൊണ്ടുവരെ. സുമേഷ് എത്ര വരെ പഠിച്ചു? 10ാം ക്ലാസ്സിൽ എത്ര A+ ഉണ്ടായിരുന്നു? കണ്ടിട്ട് CBSE ആണെന്ന് തോന്നുന്നു. എത്ര A1 ഉണ്ടായിരുന്നു? ഇവ എന്തായാലും ഒന്നും മിണ്ടാത്ത. ചിലപ്പോ മാർക്ക് കുറവായിരിക്കും, അതായിരിക്കും മിണ്ടാത്ത. എന്നെ പോലെ ബുദ്ധിയുള്ള കൂട്ടത്തിലല്ല. നിനക്ക് എത്ര സപ്ലി ഉണ്ടായിരുന്നു? ചെറുക്കനെ ഓരോന്ന് പറഞ്ഞ് മൂടൗട്ടാക്കല്ലേ. മക്കളെ മൂടൗട്ട് മാറ്റാനേ ഞങ്ങളൊരു പാട്ട് പാട്ടാടാ. പാടച്ചാ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരുന്നിൻ ജീവിത ചേരികളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എങ്ങനെയുണ്ട്? വൈവല്ലേ? ഉഫ്, പൊളപ്പൻ സാധനം. ചൂടുവെള്ളം കിഡ്സ് ഇപ്പൊ കൊണ്ടുവരേ. സാവിത്രി അക്കനാ. ഹലോ സാവിത്രി അക്ക, സുമേഷിന് എത്തിയേട്ടാ. സുമേഷാ? സുമേഷ് ഇന്ന് വരൂല, നാളെ വരോളെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ. അപ്പൊ ഞാൻ ഈ വീട്ടിൽ കയറ്റിയത് ആരാ? സന്ദ്രി പറഞ്ഞ റിപ്പർ. കൊച്ചരാജുവിന്റെ ആരായിട്ട് വരും? മനുഷ്യ, ഇതാണ് ആളെ തലക്കടിച്ച് കൊല്ലണ റിപ്പർ. അമ്മ ബോധം കെട്ട് വീണ്. നമ്മൾ ഈ A+ന്റെ കാര്യം ചോദിച്ചത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കാണോ എന്തോ. എന്തായാലും ഒരു സോറി പറഞ്ഞിട്ട് തലയിറങ്ങി വീഴാം കേട്ടാ. റിപ്പറണ്ണ, സോറി. അയ്യോ, മെഴുകുതിരി അടയ്ക്കാൻ പറഞ്ഞു. അതെ, ടിപ്പർ മുതലാളിയിൽ മനസ്സിലായി. അതെ, ഒരു ലോഡ് മണ്ണടിക്കുന്ന എത്ര രൂപ? 1000, 2000?
O'Malley, ratoncito le gusta danza cuando estudio en la... കയ്യിൽ ചുറ്റിയായിട്ട് രാത്രി നീ ഇങ്ങോട്ട് പോണ്ടാ കൊന്നപ്പണിക്ക് പോടാ. നീ കൊറേ ഉണ്ടാക്കാനല്ല കൊച്ചനെ. രാവിലെ ട്രിപ്പർ പോയാലി രാത്രി കൊത്തപ്പണി. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ കൊച്ചിനെ ഇവിടെ താടാ താടാ. വീണ്ടും ചേട്ടാ നീ കിടന്നുറങ്ങാതെ ഇങ്ങോട്ട് കൊച്ചിന് ചൂടുവെള്ളം കൊണ്ടുവന്നാണ് തൊണ്ടയിൽ കിച്ച് കിച്ച്. അവളിനി വെള്ളം കൊണ്ടുവരില്ല. പിന്നെ നിന്റെ അച്ഛൻ കൊണ്ടുവരൂടാ.